ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ശിവാജി ഗുരുവായൂരാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? പോകുന്നു. ഈ പറഞ്ഞ പോലെ 30-ാം തീയതി പുതിയ പടത്തിൻ്റെ റിലീസിംഗ് ആണ്. അത്ര വലിയൊരു ക്യാരക്ടറൊന്നല്ല ചെയ്തിരിക്കുന്നത്, പക്ഷെ നല്ലൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവും എന്നുള്ളൊരു രീതിയിൽ സന്തോഷമാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ സിനിമകളാണ് വേറെ വരാനുള്ളത്? ഇനി കുറേ ഉണ്ട്. മുഖ്യമായിട്ട് നമ്മളെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, എമ്പുരാൻ, അതിൻ്റെ രണ്ട് ദിവസം ഉറക്കം കൂടി ഉണ്ട്. അത് 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ട്. എനിക്ക് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഉള്ളതിലെ ഏറ്റവും ഒരു വലിയ സിനിമ അല്ലേ? വലുതെന്ന് പറയാം. ഇത് വലിയ സിനിമ തന്നെ, പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നല്ല. അത്ര വലിയ താരപരിവേഷമൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സെലക്ട് ചെയ്യുക? അതുകൊണ്ട് തന്നെയാണ് അതിൽ ചേരാമെന്ന് തീരുമാനിച്ചതും. ഇപ്പോൾ ഈ പ്രൊമോയ്ക്ക് വന്നിരിക്കുന്നു ആ ഒരു സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അങ്ങനെ പല സിനിമകളും അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന, തിയേറ്റർ അറിയാതെ പോകുന്ന, പക്കൂട്ടത്തിൽ ആരും അറിയാതെ ഈ സിനിമ പോകരുത്, എല്ലാവരും അറിയണം എന്നുള്ളൊരു ധാരണ. അത് പറഞ്ഞ ഒരുപാട് വലിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ കൊച്ചു സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് പല കാരണങ്ങളാണ് അതിന്. പ്രൊമോഷൻ വേണ്ടി വരികയാണ്. അത് വേണ്ടി വരികയാണ്. ശരിക്കും പ്രൊമോഷൻ്റെ ആവശ്യമില്ല. നല്ല സിനിമകൾ നമ്മുടെ പൊതുവെ നമ്മുടെ ഒരു ആസ്വാദന രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. സമ്മതിച്ചേ മതിയാവുള്ളൂ. നമ്മളിപ്പോൾ ഈ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൂടെ പോകുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ വേഗത്തിലായിരിക്കണം. നമ്മളെ ജീവിതം തന്നെ ഭയങ്കര യാത്ര എന്ന് പറയുന്നത് ഹൈ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇരിക്കുക എന്നുള്ള സംസ്കാരം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു സിനിമയായാലും നാടകമായാലും 2 മണിക്കൂർ ഇരുന്ന് കാണുക എന്ന് വെച്ചാൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സാധ്യമാവുന്നില്ല. ഇപ്പോൾ ഓരോ 10 മിനിറ്റിലും കയ്യിലിരിക്കുന്ന മൊബൈൽ നമ്മളെ ശല്യപ്പെടുത്തലല്ല, അത് നമ്മളെ ഓരോ വാർത്തകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ട വാർത്തകൾ തന്നെയായിരിക്കും, തള്ളിക്കളയേണ്ടതും ഉണ്ടാകും. എന്നാലും നമുക്ക് അത്യാവശ്യമായി വന്നിരിക്കുന്നു മൊബൈലൊക്കെ. മൊബൈല് 10 മിനിറ്റിൻ്റെ കഴിഞ്ഞിട്ടും ശബ്ദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻഡാണ്. എന്താണ് നമ്മൾ മൊബൈൽ ശബ്ദിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ 10 മിനിറ്റിലും നമ്മളെ പുതിയ വിശേഷങ്ങളും വിവരങ്ങളും അതിൽ എല്ലാം ഉണ്ട്, ഉല്ലാസമുണ്ട്, ന്യൂസുണ്ട്, ഒക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പഴയ പോലെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു സിനിമയുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കുക എന്നുള്ള സംസ്കാരം പോയി. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ഒരു നിലവാരമുണ്ടല്ലോ, ആ സാംസ്കാരിക നിലവാരത്തിന് അറിഞ്ഞോ അറിയാതെയോ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവാം ഇങ്ങനെ ഈ നല്ലത് ഏത് ചീത്ത ഏതെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത. പിന്നെ അവരെ പിടിച്ചിരുത്താൻ വേണ്ടി 2 മണിക്കൂർ നിങ്ങൾ പിടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ സിനിമകളിലായാലും നാടകത്തിലായാലും ചില ചേരുവകൾ അമിതമായിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ കഥയ്ക്കും അതിൻ്റെ കണ്ടൻറ്റിനും അതിൻ്റെ ആശയത്തിനും ഒക്കെ ബാധിക്കുന്ന രീതിയിലായിരിക്കാം. അത്തരം ആകെ മൊത്തം ഒരു കുഴഞ്ഞു കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് കലയും ആസ്വാദനമൊക്കെ എടുക്കുന്നത്.